പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിന്റെ കാര്യമില്ല, ഉത്തരത്തിന്റെ കാര്യമില്ല. പഴയ ആചാരം അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് ജനവികാരം മനസ്സിലായിക്കൊണ്ടാണ്. ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞങ്ങൾ തന്നെ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ള ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ തെറ്റ്? ഈ ചങ്ങനാശ്ശേരിയിലേക്കുള്ള ദൂരം കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? ദൂരം കുറഞ്ഞോ? ഇന്നലെ നിങ്ങൾക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഇന്നാണ് തോന്നുന്നത്. നമ്മളെപ്പോഴും നേരെ പറയല്ലേ വേണ്ടത്. അതെല്ലാം ഒരാളുടെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കേട്ടുകൊണ്ട് ആളെ നോക്കി എന്ത് എതിർക്കുക എന്നുള്ളതല്ലേ ശരി. ആര് പറഞ്ഞത്? ഞാൻ പണ്ടും പറഞ്ഞു, ആര് പറഞ്ഞു എന്നുള്ളതല്ല നോക്കേണ്ടത്, എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിയിട്ട് അത് ശരിയുണ്ടെങ്കിൽ ആ ശരിയോടുകൂടി നമ്മൾ നിൽക്കണ്ടേ. നിലപാട് മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. ഏത് NSSന്റെ ഈ അഭിപ്രായം ഉണ്ടല്ലോ, ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഒരു വിരോധമില്ല. ആ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വാഗതം ചെയ്യണം. ഏത് ശബരിമല ഇഷ്യൂവിൽ NSS ഇപ്പോഴത്തെ നിലപാടുണ്ടല്ലോ, ആ നിലപാടെന്താണ്? സ്ത്രീ പ്രവേശനം പാടില്ല എന്നുള്ള ആ നിലപാട് അവരുടെ പൂർണ്ണമായും ഞങ്ങൾ യോജിക്കാൻ. ഒരു കാര്യം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ വരാൻ പോകുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ താമസിക്കാതെ വരാൻ പോകുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഈ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് NSS പോലുള്ള സംഘടനകളൊക്കെ വലിയ തോതിൽ ശരിക്കും സർക്കാർ എതിർത്തിരുന്നതാണ്, ഇടതുപക്ഷ സർക്കാർ എതിർത്തിരുന്നതാണ്. ഇപ്പൊ അങ്ങനെ ഒരു നിലപാട് മാറ്റം വരുമ്പം അത് ശരിക്കും സർക്കാർ വലിയ ഗുണമായിട്ട് മാറുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നില്ലേ? അല്ല, NSS അങ്ങനെ സർക്കാരിനെ ഇങ്ങനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് നേരിടുന്നു. പക്ഷെ NSS വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നും NSS നേതൃത്വം ഈ ഗവൺമെന്റുമായിട്ട് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ എതിർത്തുകൊണ്ടിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ എതിർപ്പും ദേവസ്വം പ്രശ്നത്തിന്റെ എല്ലാം എന്നും അവിടെ സംവരണ കാര്യത്തിൽ വന്നപ്പോഴെല്ലാം NSS പറഞ്ഞതല്ലേ ഘട്ടം മുഴുവൻ 10% മുന്നോക്ക സമുദായക്കാർക്ക് സംവരണം കൊടുക്കണമെന്നും ഒക്കെ പറയുന്നത് NSS നടത്തുമല്ലേ. ഇതെല്ലാം ഗവൺമെന്റ് കേട്ടില്ലേ. അപ്പോൾ NSS പറയുന്നതൊന്നും NSSുമായിട്ട് ഗവൺമെന്റ് എന്നും എതിരായിരുന്നു നമ്മൾ പറയാൻ പാടില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് ഒരു ഇഷ്യൂവിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ കാര്യത്തിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളം NSS നേതൃത്വം ഇന്നത്തെ ഗവൺമെന്റുമായിട്ട് എതിരായിരുന്നു. ഇന്നിപ്പോ ഗവൺമെന്റ് ആ നിലപാടല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ NSS നിലപാട് മാറ്റി. അത്രയല്ല. അത് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കോൺഗ്രസ് നിലപാടില്ലായിരുന്നല്ലോ, സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്. ഈ ഇഷ്യൂ വന്നപ്പോൾ പോലും കോൺഗ്രസ് ഇന്നലെ ഇതുവരെ ഈ ശബരിമല ഇഷ്യൂവിനെ സംബന്ധിച്ചുള്ള ഒരു നിലപാടില്ലല്ലോ. ഒന്നെങ്കിൽ എവിടെയെങ്കിലും എതിർക്കുക, അല്ലെങ്കിൽ അനുകൂലിക്കുക. ഇതൊന്നുമില്ലാത്ത നിലപാട് ആണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അത് മിസ്റ്റർ സുകുമാരൻ നായർ പറഞ്ഞത് വളരെ ശരിയാണ്.